പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. എന്റെ ചങ്ങാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ മാസം 2-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങൾ കുടുംബമായി ഭാരപ്പെടുന്ന വിഷയത്തിൽ യേശുവിനെ ക്ഷണിക്കുക, അത്ഭുതം നിശ്ചയം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് സങ്കീർത്തനം 127-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും വായിച്ചു കേട്ട വാക്യമെന്ന് പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്ത് വലിയ ആഴമുണ്ട്. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്, തകർന്നുപോയ ഉടഞ്ഞുപോയ ഭവനങ്ങളിൽ ഇന്ന് പകൽ യേശുവിനെ ക്ഷണിച്ചാൽ അത്ഭുതം നിങ്ങൾക്കുണ്ട് നിശ്ചയമെന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, വാക്യത്തെ ആഴമായി മനസ്സിലായില്ലേ? യഹോവ വീട് പണിയാതിരുന്നാൽ പണിയാനും പണിയാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതേ നിലയിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിന് ജയിക്കുകയില്ലെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, കർത്താവിൻ്റെതാണ് സഭ, കർത്താവ് നിശ്ചയമായി പണിയുമെന്നാണ് എന്നെ ഇതുകളെ ഓർപ്പിക്കുന്നത്. എന്നാൽ കുടുംബ വിഷയത്തിനകത്ത് ഇതാ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളും കാണുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ. അപ്പോൾ പണിയാനും പണിയാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആയതിനാൽ നമ്മുടെ കർത്താവ് മഹാദയാലുവായതുകൊണ്ട്, മനസ്സലിവുള്ളവരായതുകൊണ്ട്, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും നിങ്ങളുടെ കുടുംബമായി ഭാരപ്പെടുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ നിങ്ങളൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഞാൻ ആത്മാവിനെ ഇങ്ങനെ ഒന്ന് വിളിച്ചു പറയാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ വാക്യത്തിനകത്ത് വ്യക്തമായി നാം കാണുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ വിളിക്കകത്ത് ചലിക്കുന്നവനാണ്. നിങ്ങൾ നോക്കി ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട് കാണാം. അതിനകത്ത് 2-ാമത്തെ വാക്യത്തിൽ യേശുവിനെ ശിഷ്യന്മാരെയും അവർ ക്ഷണിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, ക്ഷണിക്കാത്ത വിരുന്നിൽ എൻ്റെ കർത്താവ് പോകത്തില്ല, ക്ഷണിക്കാത്ത ജീവിതങ്ങളിൽ എൻ്റെ കർത്താവ് പോകത്തില്ല. അതുകൊണ്ട് യോഹന്നാൻ 1:12 പറഞ്ഞു, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ കൈക്കൊള്ളുവാൻ, ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ക്ഷണിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ പ്രഭാതം മുതൽ ദൈവം ചിലതിനെ പണിയാൻ എഴുന്നേൽക്കുകയാണ്. എൻ്റെ കർത്താവ് ചിലത് ചെയ്യാൻ പോകുകയാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച്, ഭവനത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരത്തിലാണെങ്കിൽ, ഭാര്യ ഭർത്താവ് വലിയ വഴക്കും വലിയ പ്രശ്നത്തിൽ തലമുറയായിട്ടുള്ള വലിയ പ്രതികൂലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഭവനം 3 അക്ഷരത്തിലാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. ഭവനം, ജനനം, വിവാഹം, മരണം, ഇതെല്ലാം 3 അക്ഷരങ്ങളിലാണ് ചലിക്കുന്നത്. ആ നിലയിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ ഭവനത്തിനകത്ത് ഭ എന്ന അക്ഷരം
മാറിയാൽ അതെല്ലാം വനത്തിന് തുല്യമാണ്, വനമാണ്. വനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിനെ ആക്രമിക്കുന്നു, ഒന്നിനെ കീഴടക്കുന്നു, ഒന്നിനെ ഇരയാക്കുകയാണ്. ആ നിലയിൽ നിൽക്കുമ്പോൾ ചില കുടുംബങ്ങൾ ആക്രമണ സ്വഭാവത്തിലാണ് നിൽക്കുന്നത്. വഴക്കും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒന്നിനെ കീഴടക്കിയാണ് എല്ലാം ഇല്ലാതാക്കുന്നത് പോലെ. ഭർത്താവിൻ്റെ സ്വത്തിനെ അവകാശം പറയുന്ന ചിലവർ, ഭാര്യയുടെ സ്വത്തിന് അവകാശം പറയുന്ന ഭർത്താവ്, ആ നിലയിലൊക്കെ കീഴടക്കി എല്ലാം കൊണ്ടുപോകുന്നത് പോലെ നിൽക്കുന്ന, അതേപോലെ തന്നെ ആക്രമിക്കുന്ന, ഇരയാക്കുന്നത് പോലെ നിൽക്കുന്ന അനുഭവത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഭവനത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഭവനത്തിൻ്റെ പ്രത്യേകത ഒന്നിന് സമാധാനമായിരിക്കും, കണ്ണുനീര് തുടയ്ക്കും, ഒന്നിനെ കരുതാൻ തയ്യാറാകും. ആ നിലയിലായിരിക്കും യേശുവുള്ള ഭവനം വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഭവനങ്ങളിൽ സമാധാനമില്ലെങ്കിൽ ഈ പ്രഭാതം മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. എൻ്റെ ദൈവം അത് പണിയാൻ എഴുന്നേൽക്കുകയാണ്. ആ നിലയിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ തന്നെ ഈ സമയത്തൊന്ന് വിശ്വസിച്ച് കാനാവിലെ കല്യാണ വീട്ടിലേക്ക് നമ്മളൊന്ന് വരികയാണ്. യേശുവിനെ ആ വിവാഹ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ലോകപ്രകാരം നോക്കിയാൽ ഇനി അവിടെ ഒന്നും നടക്കത്തില്ല, വീഞ്ഞു തീർന്നു പോവുകയാണ്. ഇനി അത് നടക്കത്തില്ലെന്ന് പറയുമ്പോൾ യേശുവിനെ അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ യേശുവിനെ അമ്മ മറിയം ഇൻഫോം ചെയ്തു, ഇവിടെ വീഞ്ഞു തീർന്നു പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാവോ, അതിനകത്ത് എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മറിയ അവിടെ നിൽക്കുന്ന ബാല്യക്കാരോട് പറഞ്ഞു, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. യേശുവിനെ ആ വിഷയത്തിനകത്ത് ഇൻവോൾവ് ചെയ്യുകയാണ്. നിങ്ങൾ ആ വിഷയത്തെ തീർന്നു എന്ന് പറയുന്ന, അവസാനിച്ചെന്ന് പറയുന്ന നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവ് അത് ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, 1 കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യുക, 2 ഇൻഫോം ചെയ്യുക, 3 ഇൻവോൾവ് ചെയ്യിക്കുക, 4 ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ കർത്താവ് അത് ഏറ്റെടുത്താൽ, എൻ്റെ കർത്താവ് അതിനകത്ത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ, ഞാൻ വിളിച്ചു പറയുന്നു, മാറ മധുരമായിത്തീരും, പച്ചവെള്ളം വീഞ്ഞായിത്തീരും, ഒഴിഞ്ഞ പടക് നിറയും. ഹല്ലേലൂയ. മരിച്ച് 4 ദിവസമായി ലാസർ നാറ്റം വെച്ചവൻ ഏറ്റവും അത്ഭുതമായി പുറത്തു വരും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് അനുഭവത്തിലാണോ ഇന്നലെ കേൾക്കുന്നത്, എല്ലാം അവസാനിച്ചതുപോലെ തോന്നുന്നുണ്ടോ, ഇന്ന് നിങ്ങളുടെ ഭവനത്തെ പണിയാൻ എൻ്റെ കർത്താവ് എഴുന്നേൽക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവ് പണിയാൻ പോകുന്നു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകാൻ പോവുകയാണ്. കർത്താവിൻ്റെ ഭയങ്കര പ്രവൃത്തിയെ ഈ പ്രഭാതത്തിൽ സ്വീകരിക്കണം. ഞാനൊരു അത്ഭുതം പ്രതീക്ഷിക്കുകയാണ്. തമ്പുരാനെ, ഒരു മഹാ അത്ഭുതം ഇപ്പോൾ ഈ ജീവിതങ്ങളിൽ സംഭവിക്കണം. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് അങ്ങ് ക്ഷണിക്കുന്നു. ഞങ്ങൾ ഭാരപ്പെടുന്ന എല്ലാ വിഷയത്തിനകത്ത്, ജോലിയാകാം, തലമുറ വിഷയമാകാം, കർത്താവെ കുടുംബ വിഷയമാകാം, കർത്താവെ ഞങ്ങളെ തകർക്കാൻ നോക്കുന്ന ആ വിഷയത്തിനകത്ത് ഇന്ന് പണിയുന്ന ദൈവത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. വലിയൊരു അത്ഭുതം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു വലിയ ടെസ്റ്റ് മണിയുടെ ദിവസമായി തീരട്ടെ. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരേ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ കടന്നു വരണം. വലിയ ദൈവ പ്രവൃത്തി പ്രതീക്ഷിക്കണം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.